17-ാം ദിവസം ദൈവപുത്രൻ മനുഷ്യപുത്രനായി അവതരിക്കുന്നു. യേശുവിൻ്റെ മനുഷ്യാവതാരം, വചനം മാംസമായത് ക്രൈസ്തവ വിശ്വാസത്തിലെ ഒരു അടിസ്ഥാന സത്യമാണ്. മനുഷ്യമാംസത്തെ, മനുഷ്യരെ അതിൻ്റെ എല്ലാ വയ്യായ്മകളോടും പരാധീനങ്ങളോടും കൂടെ സ്വീകരിക്കുന്ന കാരുണ്യമാണ് നമ്മുടെ ദൈവം. മനുഷ്യഗ്രാമത്തിൽ കൂടാരമടിക്കുന്ന ഒരു ദൈവം, മനുഷ്യരുടെ വേദനകൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി വാദിച്ച് അവരുടെ പീഡനങ്ങളിലും മരണത്തിലും പങ്കുകൊള്ളുന്ന ദൈവം. മനുഷ്യാവതാര രഹസ്യത്തെക്കുറിച്ച് വിശുദ്ധ ഇഗ്നേഷ്യസ് ഇങ്ങനെ സങ്കല്പിക്കുന്നു: പരിശുദ്ധ തൃത്വം സ്വർഗത്തു നിന്ന് ഭൂമിയെ നോക്കുകയാണ്. അങ്ങിങ്ങ് ജീവിക്കുന്ന ജനപദങ്ങൾ, സ്ത്രീകൾ, പുരുഷന്മാർ, ജനിക്കുന്നവർ, മരിക്കുന്നവർ, ആരോഗ്യമുള്ളവർ, രോഗികൾ, സുഖിക്കുന്നവർ, സഹിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, വെറുക്കുന്നവർ, കൊല്ലുന്നവർ, കൊല്ലപ്പെടുന്നവർ, വിവിധ നിറങ്ങളിലുള്ളവർ, ഏറെ പേർ തിന്മയിലാണ്ട് ജീവിക്കുന്നെന്നും നരകത്തിൽ അവസാനിക്കുമെന്നും ദൈവം കാണുന്നു. അനുകമ്പയിൽ അലിഞ്ഞ് പരിശുദ്ധ തൃത്വം തീരുമാനമെടുക്കുന്നു: മനുഷ്യരെ നല്ല വഴി പഠിപ്പിക്കുവാൻ, നിത്യജീവിതത്തിലേക്ക് നയിക്കുവാൻ പുത്രൻ മനുഷ്യനായി അവതരിക്കണം. പാപത്തിൻ്റെ ഭീകരത മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കണം. പാപികളാൽ പീഡിപ്പിക്കപ്പെടണം, കൊല്ലപ്പെടണം. അങ്ങനെ മനുഷ്യ പാപത്തിൻ്റെ ബലിയാടാകണം. ലോകരക്ഷയ്ക്ക് വേറെ വഴിയില്ല. പരിശുദ്ധ തൃത്വത്തിലെ 3 വ്യക്തികളോടോ മാംസമായ നിത്യവചനത്തോടോ എന്തു പറയാനാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്? മാംസമായ വചനത്തെ പിൻചെല്ലുവാനും അനുകരിക്കുവാനും ഞാൻ അനുഗ്രഹം യാചിക്കും. ആമേൻ.